മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. 2026 ആരും അജണ്ടയാക്കിയിട്ടില്ല, 2025 അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഫോക്കസ് എന്നും കെ മുരളീധരൻ പറഞ്ഞു. അൻവറിന് മുന്നിൽ കോൺഗ്രസ് വാതിൽ കൊട്ടിയടച്ചിട്ടില്ല, മുന്നണിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അല്ല, ഞങ്ങൾ 2025 തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ് ലോക്കൽ ബോഡി ജയിക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി. മറ്റേ കാര്യങ്ങളൊക്കെ അതിന് ശേഷമേ ആലോചിക്കുള്ളൂ. പാർട്ടിയുടെ പ്രയോറിറ്റി 2025 ലോക്കൽ ബോഡി ജയിച്ചു കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. അതുകൊണ്ട് അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലോക്കൽ ബോഡിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള യോഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ യോഗം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടക്കില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ആലോചിക്കേണ്ടതുണ്ട്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഇന്നലെ എ കെ ആന്റണി പറഞ്ഞ വാക്കുകൾ നമുക്ക് അറിയാവുന്നതാണ്. ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക തുടങ്ങിയ ചർച്ചകൾക്കിടെ തന്നെയായിരുന്നു ആന്റണി കൃത്യമായ മുന്നറിയിപ്പ് ഒരു ഉപദേശ രൂപേണ നേതാക്കൾക്ക് നൽകിയത്. ഇപ്പോൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഇന്ന് അദ്ദേഹം പരസ്യമായി തന്നെ അക്കാര്യങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തതാണല്ലോ. ആരായിരിക്കും UDFന്റെ കോൺഗ്രസിൽ നിന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾക്ക് അവസാനം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുതിർന്ന നേതാവായ എ കെ ആന്റണി ഇന്നലെ അത്തരത്തിലൊരു പ്രസംഗം നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എ കെ ആന്റണി പറഞ്ഞതിന് മറുപടി നൽകി കെ മുരളീധരൻ രംഗത്ത് വന്നത് ചില കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം കെ മുരളീധരൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോക്കൽ ബോഡി, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് KPCC നേതൃത്വത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രം ഒരുങ്ങേണ്ട ഒരു കാര്യമാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതായത് 2025 അല്ല, 2026 അല്ല, 2025 തന്നെയാണ് KPCCയുടെ ലക്ഷ്യം എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും 26 ലക്ഷ്യമാക്കി VD സതീശനും രമേശ് ചെന്നിത്തലയും ചില പോരുകൾ നടത്തുന്ന അല്ലെങ്കിൽ ചില ക്യാമ്പയിനുകൾ നടത്തുന്ന കോൺഗ്രസിനകത്തെ നേതാക്കളെ ഒപ്പം കൂട്ടി പിന്തുണ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നു എന്നത് കെ മുരളീധരൻ അതില്ല എന്ന് പറഞ്ഞാൽ പോലും അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള ഒരു പ്രസ്താവനയായിരുന്നു, ഒരു പ്രസംഗമായിരുന്നു AICC അംഗം കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണി നടത്തിയത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ ആന്റണി പറയുന്നത് പോലുള്ള ഒരു ലക്ഷ്യം ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കെ മുരളീധരൻ ചെയ്തത്. ഒപ്പം രണ്ട് കാര്യത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് നിലമ്പൂർ MLA ആയ PV അൻവറിന് മുമ്പിൽ UDF വാതിൽ കൊട്ടിയടച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അൻവറിന് അനുകൂലമായ നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതായത് VD സതീശനും രാഹുൽ ഗാന്ധിക്കുമെതിരെ നിലപാടെടുത്ത അൻവറിനെ കോൺഗ്രസ് അണികൾ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അവർക്ക് രണ്ടിനെതിരെയും മാത്രമല്ല എനിക്കെതിരെയും, അതായത് കെ മുരളീധരനെതിരെയും രൂക്ഷ വിമർശനം നടത്തിയ ആളാണ് PV അൻവർ. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, അല്ലെങ്കിൽ അന്ന് നിന്ന പക്ഷത്തല്ല ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് എന്നതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യാൻ ഞങ്ങളില്ല എന്ന മറുപടിയാണ് KM നൽകിയത്. ശരി, ഏതായാലും വ്യക്തമാണ് നിലപാട്. കോൺഗ്രസിൽ ഇത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.